ബ്രില്യൻ നോംസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 4 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ ടോപ്പ് കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 വീഡിയോസ്, അതിൻ്റെ 4 പാർട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് നമ്മൾ ഓൾറെഡി അത് 10 പാർട്ടായിട്ട് പ്രോബ്ലം ഉൾപ്പെടെ 10 പാർട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിന് എൻ്റെ തൊട്ട് താഴെയായിട്ട് അത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോസ്, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ഇത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തുടർച്ചയായ വീഡിയോസിന്റെ അപ്ഡേഷനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ഞാൻ ഈ കെമിസ്ട്രിയിൽ എടുക്കാൻ പോകുന്നത് ഈ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയല്ല. കാരണം നമുക്ക് ധാരാളം സംശയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. 9ലും 10ലും പഠിച്ചു വരുന്ന ചില കാര്യങ്ങൾ വളരെയധികം സംശയമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു മോഡൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായ ചിത്രമുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സൈസ് ഓഫ് ആൻ ആറ്റം. സൈസ് ഓഫ് ആൻ ആറ്റം എന്താണ്? സൈസ് ഓഫ് ആൻ ആറ്റം ത്തിനെ കുറിച്ചാണ് ഒരു വിശദീകരണം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സൈസ് ഓഫ് ആൻ ആറ്റം? ആറ്റത്തിന്റെ വലിപ്പം അത് പലപ്പോഴും 9ാം ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. 10ലൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ കോളമാണ്. അപ്പൊ ഈ ഗ്രൂപ്പില് ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ്. അതിന്റെ ബോർ മോഡൽ ഞാൻ വരച്ചിട്ടുണ്ട്. കെ ഷെല്ല് 2, എൽ ഷെല്ല് 1 ഇലക്ട്രോൺ. സോഡിയം അതേ 1ാമത്തെ ഗ്രൂപ്പാണ്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന സോഡിയം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ആണ്. കെ ഷെല്ല് 2, എൽ ഷെല്ല് 8, എം ഷെല്ല് 1. അടുത്ത പൊട്ടാസ്യം 19 ആണ്. 2, 8, 8, 1 ആണ്. അപ്പൊ ഇത് 2, 8, 8, 1 ആണ്. ഇത് 2, 8, 1 ആണ്. ഇത് 2, 1 ആണ്. അതായത് സൈസ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, ഒരു ഗോളാകൃതിയാണ്. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയസ്, അതിനൊരു സെന്റർ ഉണ്ടാവും. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഈ സെന്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലം, ഇതിനെ നമുക്ക് റേഡിയസ് അഥവാ ആരം എന്ന് വിളിക്കും. ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു ഗോളത്തിന്റെ ആകൃതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, ഈ ഗ്രൂപ്പില് വി ആർ ഗോയിങ് ഡൗൺ ദ ഗ്രൂപ്പ്. വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ 2 ഷെല്ലേ ഉള്ളൂ. ലിഥിയത്തിന്റെ കേസിൽ എടുക്കുമ്പോൾ 2 ഷെല്ല്. സോഡിയം എടുക്കുമ്പോൾ there are 3 shells. പൊട്ടാസ്യം എടുക്കുമ്പോൾ യു ക്യാൻ സീ ദ 4 shells are there. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ്. കണ്ടോ, ഇവിടെ ഷെല്ലുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ what will happen? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റോമിക് ഇത് R1, ഇത് R2, ഇത് R3. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നുള്ളൂ. അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്തു വരുന്നു? അറ്റോമിക് റേഡിയസ് ഈസ് ഇൻക്രീസിങ്. അറ്റോമിക് റേഡിയസ് കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഗോളത്തിന്റെ വലിപ്പം കൂടുകയാണ്. അപ്പൊ ഗ്രൂപ്പില് ഏത് ഗ്രൂപ്പ് എടുത്താലും കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻ പീരിയോഡിക് ടേബിൾ ഇഫ് യു ടേക്ക് എനി ഗ്രൂപ്പ്, ആസ് വി മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ്, the number of shells are increasing. So what happening? The size of an atom is increasing. ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ലിഥിയത്തേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും സോഡിയത്തിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും പൊട്ടാസ്യത്തിന്, അതിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും താഴെ റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഞാൻ 3 എടുത്തുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നാമത്തെ ഒരു പോയിന്റ്. എന്തുകൊണ്ടാണ് ഇത് കൂടാൻ കാരണം? ബിക്കോസ് ദ നമ്പർ ഓഫ് ഷെൽസ് ആർ ഇൻക്രീസിംഗ്. അപ്പൊ ഗ്രൂപ്പില് നമുക്ക് എന്ത് പറയാം? സൈസ് ഓഫ് ആറ്റം എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. ഗ്രൂപ്പില് സൈസ് ഓഫ് ആറ്റം കൂടുന്നു, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. എന്താണ് അതിന് കാരണം? ബിക്കോസ് ഷെൽസ് ആർ ഇൻക്രീസിംഗ്. ഷെൽസ് ആർ ഇൻക്രീസിംഗ്. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു.
അപ്പൊ ഏത് ഗ്രൂപ്പ് എടുത്താലും നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 തൊട്ട് 18 ഗ്രൂപ്പ് ഉണ്ട്. 1, 2 അങ്ങനെ 18ാമത്തെ ഗ്രൂപ്പാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ 18th ഗ്രൂപ്പ്. 18 ഗ്രൂപ്പാണ് ടോട്ടൽ ഉള്ളത്. ഏത് ഗ്രൂപ്പിൽ എടുത്താലും താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു, സൈസ് കൂടുന്നു. വാട്ട് ഇസ് ദ റീസൺ? ബിക്കോസ് ദ നമ്പർ ഓഫ് ഷെൽസ് ആർ ഇൻക്രീസിങ്. ഇത് ഫസ്റ്റ് കാര്യമാണ്. അതെല്ലാ കുട്ടികളും കൃത്യമായി ഓർത്തിരിക്കണം. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അതിന്റെ ഒരു ബോർ മോഡലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 9 വിശദമായിട്ട് പഠിച്ചാണ്, പക്ഷെ പലപ്പോഴും 9ത്തെ കാര്യം മറന്നുണ്ടോ? അടുത്ത നിങ്ങൾ പീരീഡ് എടുക്കും. ഈ സൈസ് ഓഫ് ആറ്റം എലോങ് ദ ഗ്രൂപ്പാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നൗ വി ആർ ടേക്കിംഗ് എലോങ് ദ പീരീഡ്സ്. പീരീഡില് സൈസ് ഓഫ് ആറ്റത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കൂ, ഇത് സെക്കൻഡ് പീരീഡ് ആണ്. ദിസ് ഇസ് ദ സെക്കൻഡ് പീരീഡ്സ്. രണ്ടാമത്തെ പീരീഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇതാണ് സെക്കൻഡ് പീരീഡ് ആണ്. ലിഥിയം, ഇവിടെ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ്, 21. ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ വരുമ്പോൾ നിയോണിൽ വരുമ്പോൾ എത്രയാവും? 28 ആവും. ഫ്ലൂറിനിൽ എത്രയാണ്? ദാറ്റ് ഈസ് 27. ഇവിടെ ഓക്സിജനിൽ എത്രയാണ്? 26. നൈട്രജനിൽ 25. കാർബണിൽ 24. ബോറോണിൽ 23. ബെറിലിയത്തില് 22. ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എത്രയാണ്? 21. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ നമ്പർ ഓഫ് ഷെൽസ് ആർ സെയിം. ഷെല്ലുകൾ എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല. അതായത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ സെക്കൻഡ് പീരീഡ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഐ എം ടേക്കിംഗ് ദ സെക്കൻഡ് പീരീഡ്സ്. സെക്കൻഡ് പീരീഡിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ന്യൂക്ലിയസ് ഒന്ന് കാണിച്ചേക്കാം. ഇതാണ് കെ ഷെൽ. അടുത്തെന്താണ്? ദിസ് ഇസ് എ എൽ ഷെൽ. എൽ ഷെല്ലില് ലിഥിയത്തിൽ 1, അടുത്തതിൽ എത്രയായി? വീണ്ടും ഒന്ന് ചേർക്കുന്നു 3, 4, 5, 6, 7, 8. ഇത് എവിടെ ചെന്ന് ഫില്ലാവുന്നു? നിയോണിൽ വരുമ്പോൾ ഇതിന്റെ 28 എന്നാണ്. കെ ഷെല്ല് 2ഉം എൽ ഷെല്ല് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയോണിൽ വരും. നിയോണിൽ എത്തുമ്പോഴത്തേക്കും 18ാം ഗ്രൂപ്പ് എലമെന്റിൽ എത്തുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺസ് കൊണ്ട് ഫില്ലായി എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് ഷെൽസ് ആർ നോട്ട് ഇൻക്രീസിങ്, നമ്പർ ഓഫ് ഷെൽസ് ആർ സെയിം. അപ്പൊ ആറ്റത്തിന്റെ സൈസിൽ എന്ത് സംഭവിക്കും? സൈസ് സെയിം ആയിരിക്കും. ഷെൽസിന് വ്യത്യാസമല്ലോ, 2 ഷെല്ലാണല്ലോ. അപ്പൊ സൈസ് കൂടുന്നില്ല, സൈസ് സെയിം ആണോ? വെദർ ദ സൈസ് ഓഫ് ആറ്റം ഈസ് സെയിം അലോങ് ദ പീരീഡ് ആണോ? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സൈസ് കോൺസ്റ്റന്റ് ആണോ? അല്ല. ഇവിടെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് 1ാമത്തെ ഗ്രൂപ്പ് തൊട്ട് 17 നമ്മൾ എടുക്കുന്ന സാധാരണ ഈ ഡി ബ്ലോക്ക് സാധാരണ നമ്മൾ എടുക്കാറില്ല. ഡി ബ്ലോക്ക് നമ്മൾ ചർച്ചയ്ക്ക് അത് എടുക്കാറില്ല. അപ്പൊ നമ്മൾ 1, 2, 13, 14, 15, 16, 17, 18 അങ്ങനെയാണ് പലപ്പോഴും. ഇതാണ് നമ്മൾ ഇതിനെയാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ആണ് ഈ 2 പറഞ്ഞത്. 1, 2, 13, 14, 15, 16, 17, 18. That 8 groups are called representative elements അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതാണ് നമ്മൾ കൂടുതലും സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എടുക്കാൻ കാരണം. ലിഥിയം 1ാം ഗ്രൂപ്പില്, ബെറിലിയം 2ാം ഗ്രൂപ്പില്, ബോറോൺ എതിരാണ് 13ാമത്തെ ഗ്രൂപ്പില്, കാർബൺ 14, നൈട്രജൻ അങ്ങനെ പോയി നിയോൺ എത്രയാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെൽസ് 2 ആണ്. അപ്പൊ സൈസ് എങ്ങനെയായിരിക്കണം? സെയിം അല്ലേ? കോൺസ്റ്റന്റ് അല്ലേ? പക്ഷെ അല്ല. സൈസ് ഈസ് the size of an atom decreases. അതെങ്ങനെ? ഹൗ? അതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ 3 പ്രോട്ടോണും 3 പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു 3 ഇലക്ട്രോൺ ഉണ്ട്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് ഒരു ആറ്റത്തിന്റെ കേസിൽ. അയോണിന്റെ കേസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ 3 പ്രോട്ടോണും 3 ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസിലെ 3 പ്രോട്ടോൺ ഉണ്ട്. ലിഥിയത്തിന്റെ കെ ഷെല്ല് 2ഉം എൽ ഷെല്ല് 1ഉണ്ട്. ഇനി ബെറിലിയത്തിന്റെ വരുമ്പോൾ 4 പ്രോട്ടോണും ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം. ന്യൂട്രോൺ നമുക്ക് വേണ്ട, ബിക്കോസ് ഇറ്റ് ഇസ് എ ചാർജ്ലെസ്. അപ്പൊ ബെറിലിയത്തില് ന്യൂക്ലിയസിന് 4 പ്രോട്ടോണും ഷെല്ലുകളില് എത്ര ഉണ്ട്? 4 ഇലക്ട്രോണുണ്ട്. അങ്ങനെ ലിഥിയത്തിൽ നിന്ന് ബെറിലിയത്തിലേക്ക് വരുമ്പോൾ 1 പ്രോട്ടോണും 1 ഇലക്ട്രോണും കൂടുന്നു. ബോറോണിലേക്ക് വരുമ്പോൾ 1 പ്രോട്ടോണും 1 ഇലക്ട്രോണും കൂടുന്നു. കാർബണിലേക്ക് വരുമ്പോൾ 1 പ്രോട്ടോണും 1 ഇലക്ട്രോണും കൂടുന്നു. അങ്ങനെ ഫ്ലൂറിനിൽ വരുമ്പോൾ എത്ര എണ്ണവും? 9 പ്രോട്ടോണാവും. ഫ്ലൂറിനില് വരുമ്പോൾ ടോട്ടൽ കെ ഷെല്ലും എൽ ഷെല്ലും ഉൾപ്പെടെ ഇവിടെ 9 പ്രോട്ടോണും അതുപോലെ തന്നെ 9 ഇലക്ട്രോണും ആവും. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസും
ന്യൂക്ലിയസും ഈ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ലിഥിയത്തിനേക്കാൾ, ഇതിന് മുന്നിലുള്ളതിനേക്കാൾ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ബിക്കോസ് എന്താണ് ഇതിന് കാരണം? ന്യൂക്ലിയർ ചാർജ്. ഈ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 1 വീതം കൂടുന്നു. പ്രോട്ടോണുകളുടെ എണ്ണം 1 വീതം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് 1 വീതം ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കിയാലോ? As we moving from along the periods, now this is left to right on, as we moving from along the period, the protons increasing by 1 by 1 or the positive charge increases by 1 by 1. 1 by 1 ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. So the force of attraction between the nucleus and the outer shell electrons or valence electrons increases. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു. അതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാലൻസ് ഇലക്ട്രോണുകളെ, അതായത് എൽ ഷെൽ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് ഈസ് അട്രാക്ട് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ സൈസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകുന്തോറും സൈസ് എന്ത് ചെയ്യുന്നു? സൈസ് ഈസ് ഗ്രാജുവലി റെഡ്യൂസിങ്. അത് 9ാമത്തെ, അതായത് 9 മീൻസ് 17ാമത്തെ ഗ്രൂപ്പിൽ വരുമ്പോൾ, ഫ്ലൂറിന്റെ അടുത്ത് വരുമ്പോൾ സൈസ് ഭയങ്കര ചെറുതാവും. അപ്പൊ ഈ പീരീഡിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ മൂലകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഫ്ലൂറിനാണ്. ഏറ്റവും വലിപ്പം കൂടിയത് ഏതാണ്? ദാറ്റ് ഈസ് ലിഥിയം. അപ്പോ ഏത് പീരീഡ് എടുത്താലും തുടക്കം വരുന്ന എലമെന്റിന്റെ സൈസ് കൂടുതൽ, സൈസ് ഓഫ് ആറ്റം വിൽ ബി ലാർജർ. ആൻഡ് ദ 17th ഗ്രൂപ്പിലെ ആറ്റത്തിന്റെ സൈസ് ഏറ്റവും കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, 18ാമത്തെ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കും? ഈ 18ാമത്തെ ഗ്രൂപ്പിന്റെ പ്രശ്നമുണ്ട്. 18ാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ നോക്കൂ, ഇവിടെ 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ ഈ എൽ ഷെല്ലില് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ 8 ഇലക്ട്രോണും എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ആ നെഗറ്റീവ് ചാർജുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കൊണ്ട് ഇത് അല്പം ഒന്ന് വികസിക്കും. അപ്പോൾ 17ാം ഗ്രൂപ്പിനേക്കാൾ ഒരു അല്പം വലിപ്പം കൂടുതലായിരിക്കും 18ാം ഗ്രൂപ്പിന്. ബിക്കോസ് 8 electrons are accommodated the valence shell or namely L shell, so that there is a force of repulsion, so that the size slowly, there is a very small amount increases. സൈസ് ചെറുതായിട്ട് ഒന്ന് കൂടും. 17ാം ഗ്രൂപ്പിനേക്കാളും ആറ്റത്തിന്റെ വലിപ്പം 18ാം ഗ്രൂപ്പിൽ കൂടുതലായിരിക്കും. സോ ഐ റിമൈൻഡ് യു, ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏത് പീരീഡിലും വലിപ്പം കൂടിയ ആറ്റം ഏതായിരിക്കും? ദാറ്റ് സ്റ്റാർട്ടിംഗ് എലമെന്റ്. ആ സ്റ്റാർട്ടിംഗ് എലമെന്റ് ഏതായിരിക്കും? ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ദ ഫസ്റ്റ് ഗ്രൂപ്പ്. അതിനേക്കാളും വലിപ്പം കുറവായിരിക്കും ഇതിന് സെക്കൻഡ് ഗ്രൂപ്പ്. പോയി there is when it comes to the 17th group, the size of an atom reduces and becomes the smallest. So 17th group is smallest compared to the first group of any period. 18th group will have some larger size than the 17th group. Okay, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ along the period the size of atom decreases. What is the reason? Nuclear charge increases. Nuclear charge increase ചെയ്യും. Nuclear charge is increasing. Nuclear reason, nuclear charge increasing. Nuclear charge കൂടുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം? സൈസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, ഒരു ഗോളാകൃതിയാണ്. അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് സെന്ററിൽ നിന്നുള്ള വാലൻസ് ഇലക്ട്രോണിലേക്കുള്ള അകലം ആൻഡ് അറ്റോമിക് ആരം, അറ്റോമിക് റേഡിയസ് എന്ന് വിളിക്കാം. അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ കൂടുന്തോറും സൈസ് ഓഫ് ആറ്റവും കൂടും. ചെറിയ പന്ത്, വലിയ ഫുട്ബോൾ, അതേപോലെയാണ്. ഫുട്ബോളിനേക്കാളും വലിപ്പം കുറവാണ് ബോളിന്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. Along the group the size of atom increases. Why? The number of shells are increasing. ഇവിടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് കാര്യത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? ഷെല്ലുകളുടെയാണ്. Along the period what happening? The size is decreasing up to എവിടം വരെ? 17th group. What is the reason? The nuclear charge is increasing 1 by 1. ഓരോ യൂണിറ്റ് വീതം കൂടുന്നു. ഒരു പീരീഡിൽ ഏറ്റവും വലിപ്പം കൂടിയത് എവിടെയായിരിക്കും? The first element. ഏറ്റവും വലിപ്പം കുറഞ്ഞ എവിടെയായിരിക്കും? 17th ഗ്രൂപ്പ്. 18th ഗ്രൂപ്പിന് 17th ഗ്രൂപ്പിനേക്കാളും ചെറിയ വലിപ്പം കൂടുതലായിരിക്കും. അതുപോലെ നമ്മളെ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റം എവിടെയായിരിക്കും? ഏറ്റവും ബോട്ടത്തിലായിരിക്കും.
ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. സോ വി ആർ ഗോയിങ് ദ നെക്സ്റ്റ് പോയിന്റ്. സൈസ് ഓഫ് ആൻ ആറ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് അലോങ് ദ പീരീഡും ആൻഡ് ഗ്രൂപ്പിലും എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സൈസ് ഓഫ് ആറ്റം ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു. നോ ദ സെക്കൻഡ് പോയിന്റ്. ഇനി നമുക്ക് പലപ്പോഴും സംശയമുള്ള ഒരു സെക്കൻഡ് പോയിന്റ് ആണ്, എന്താണ് വാലൻസി? വാട്ട് ഈസ് വാലൻസി? വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്? വാട്ട് ഈസ് വാലൻസ് ഇലക്ട്രോൺസ്? വാലൻസ് ഇലക്ട്രോൺസ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് അടുത്ത പോയിന്റിൽ വിശദീകരിക്കുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കണം, ഇത് കൃത്യമായി നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം. എന്താണ് വാലൻസ് ഇലക്ട്രോൺ? ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ, ലിഥിയത്തിന്റെ പുറമേല് എത്ര ഇലക്ട്രോൺ ഉണ്ട്? എൽ ഷെല്ലില് ഏറ്റവും പുറമെയുള്ള ഷെല്ല് ഏതാണ്? എൽ ഷെൽ. അപ്പൊ ഏറ്റവും പുറമെയുള്ള ഷെല്ലിന് പറയുന്ന പേരാണ് വാലൻസ് ഷെൽ, മലയാളത്തില് ബാഹ്യതമ ഷെൽ. അപ്പൊ നമ്മള് ഇതിൽ വരുന്ന പോയിന്റുകൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് കോൾഡ് വാലൻസ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ ഏറ്റവും പുറമെയുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഷെൽ. അപ്പൊ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ പറയുന്ന പേരാണ്, ഇലക്ട്രോണുകളെ വിളിക്കുന്നതാണ് വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ എന്താണ് വാലൻസ് ഇലക്ട്രോൺ? ദ ഇലക്ട്രോൺസ് present in the valence shell are called valence electrons. The electrons present in the valence shell are called valence electrons, അല്ലെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോണുകൾ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ലിഥിയത്തിന്റെ കേസില് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. നേരെ മറിച്ച് നിയോണിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവരും ബെറീലിയത്തില് എത്ര ഉണ്ട്? 2 എണ്ണം. ബോറോണില് വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 3, കാർബണില് വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 4, നൈട്രജനില് വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 5. അപ്പോൾ നിയോണിൽ വരുമ്പോൾ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. നമുക്കത് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് വരേണ്ടത് എന്താണ് വാലൻസി? വാട്ട് ഇസ് വാലൻസി? മലയാളത്തിലെ സംയോജകത എന്ന് പറയുന്നു. ഇപ്പൊ ലിഥിയത്തിന്റെ ഔട്ടർ ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ആണുള്ളൂ. സോഡിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ. പൊട്ടാസ്യത്തിന്റെ ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇനി ആറ്റംസിന്റെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. So valency is the number of electrons gained or lost in a chemical reaction. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് പറയുന്ന പേരാണ് വാലൻസി. ഇനി എല്ലാ ആറ്റത്തിന്റെയും ടെൻഡൻസി എന്താണ്? ടു ഗെറ്റ് 8 electrons in the outermost. 8 electrons in the outermost, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയും octets. ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടുക എന്നുള്ള, ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടുക, അതായത് അഷ്ടക സംവിധാനം ബാഹ്യതമ ഷെല്ലിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് എല്ലാ ആറ്റങ്ങളും ശ്രമിക്കുന്നത്. അത് ഓർത്തു വരണം. എന്തിനാണ് അങ്ങനെ കിട്ടുന്നത്? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദേ ഗെറ്റ് മോർ സ്റ്റെബിലിറ്റി, അവർക്ക് സ്ഥിരത വളരെ കൂടുതൽ കിട്ടും. അപ്പൊ ലിഥിയത്തിന്റെ കേസില് ലിഥിയം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ഔട്ടർ ഷെൽ എത്രയുണ്ട്? 1 ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ ബാക്കി ഏത് ഷെല്ലാണ്? കെ ഷെൽ. അപ്പൊ കെ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പൊ അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ റിലീസസ് ഓർ ലോസ് 1 ഇലക്ട്രോൺ. നേരെ പൊട്ടാസ്യം നോക്കൂ, പൊട്ടാസ്യത്തിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 എണ്ണം. അപ്പൊ 8 എണ്ണമാണ് ഇതിന്റെ ലക്ഷ്യം. ഏതാണോ ഔട്ടർ ഷെല്ല്, വാലൻസ് ഷെല്ല് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്താൽ 8 ഇലക്ട്രോൺ കിട്ടണം. അപ്പൊ ആ 8 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ സോഡിയത്തിന് ഒന്നില്ലെങ്കിൽ 1 എണ്ണം വിട്ടുകൊടുക്കും. ഈ 1 എണ്ണം വിട്ടുകൊടുക്കുമ്പോൾ സോഡിയത്തിന്റെ കേസ് ഉണ്ടാവും, ഇത് ന്യൂക്ലിയസ്, ഇവിടെ 2 എണ്ണം വരും, ഇവിടെ എത്ര എണ്ണമായി? മറ്റത് നഷ്ടപ്പെട്ടു, ആ ഷെല്ല് പോയി. സോ ഇറ്റ് ബിക്കംസ് 8 electrons ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പൊ ഇത് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. നേരെ 7 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ, നടക്കില്ല. അതുപോലെ ഇവിടെ പൊട്ടാസ്യം എന്താണ്? 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പോൾ ദ വാലൻസ് ഇലക്ട്രോൺ ഇവിടെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ വരൂ, ഇവിടെ നിന്ന് ബെറീലിയത്തിന്റെ കേസിൽ എന്താണ്? ഇതിന്റെ എൽ ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോണും അത് വിട്ടുകൊടുക്കുന്നു. കാരണം 8 എണ്ണം കിട്ടണമെങ്കിൽ 6 എണ്ണം പോസിബിൾ അല്ല. അപ്പോൾ ഇവിടുത്തെ വാലൻസ് എത്രയാണ്? 2. അടുത്ത ബോറോൺ, 13ാമത്തെ ഗ്രൂപ്പാണ് ബോറോൺ. എത്ര വാലൻസ് ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ദാറ്റ് ഈസ് 3 ഇലക്ട്രോൺ. സോ അത് 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ അതിന്റെ വാലൻസ് എത്രയാണ്? 3. കാർബണിന്റെ കേസിൽ ഒന്നില്ലെങ്കിൽ 4 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺ എന്ത് ചെയ്യാം? സ്വീകരിക്കുക. അപ്പോഴും അതിന്റെ വാലൻസ് എത്രയായിരിക്കും? 4. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് 15ാമത്തെ ഗ്രൂപ്പാണ്. ദിസ് ഇസ് എ 15th ഗ്രൂപ്പ്.
ഇത് 16th ഗ്രൂപ്പ്, 17th ഗ്രൂപ്പ്, 18th ഗ്രൂപ്പ്. 15th ഗ്രൂപ്പിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 8 ഇലക്ട്രോൺ കിട്ടണം. അപ്പൊ 8 ഇലക്ട്രോൺ കിട്ടാനായിട്ട് എളുപ്പവഴി എന്താണ്? 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. സോ 15th ഗ്രൂപ്പ് എലമെന്റ്സ് നോർമലി ഗെയിൻ 3 more electrons to get 8 electrons to outermost shell. അപ്പൊ ഇതിന്റെ വാലൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. 16th ഗ്രൂപ്പിന്റെ ഔട്ടർ ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? യു ക്യാൻ സീ ദാറ്റ് 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 8 എണ്ണമാകാൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ അഷ്ടക സംവിധാനം കിട്ടാൻ 2 ഇലക്ട്രോൺസ് മതി. അപ്പൊ 16th ഗ്രൂപ്പിന്റെ വാലൻസി 2 ആയിരിക്കും. 17th ഗ്രൂപ്പിന്റെ ഔട്ടർ ഷെല്ലില് 7 ഇലക്ട്രോൺ ഉണ്ട്. സോ അതിന്റെ വാലൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും. നേരെ മറിച്ച് 18th ഗ്രൂപ്പിന്റെ ഓൾറെഡി എത്ര ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിന്റെ വാലൻസി 0 ആയിരിക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ജസ്റ്റ് അതിന്റെ വാലൻസി നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ആൻഡ് വാലൻസി. ഗ്രൂപ്പ് ആൻഡ് വാലൻസി. ഫസ്റ്റ് ഗ്രൂപ്പ് വാലൻസി എത്രയാണ്? 1. സെക്കൻഡ് ഗ്രൂപ്പ് വാലൻസി 2. തേർഡ് ഗ്രൂപ്പ് വാലൻസി 3. ഫോർത്ത് ഗ്രൂപ്പ് വാലൻസി 4. 13, 14. അടുത്ത 15th ഗ്രൂപ്പ് 3 ആണ് വാലൻസി. 16th ഗ്രൂപ്പ് 2 ആണ് വാലൻസി. 17th ഗ്രൂപ്പ് 1 ആണ് വാലൻസി. 18th ഗ്രൂപ്പ് 0 ആണ് വാലൻസി. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. സോ വാലൻസി ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻ ഓർ ലോസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഇവിടെ തന്നെ നമുക്ക് പറയാവുന്ന അടുത്തൊരു പോയിന്റ് ആണ് ഓക്സിഡേഷൻ സ്റ്റേജ്. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേജ്? അപ്പൊ ഇത് കുട്ടികൾ കൃത്യമായിട്ട് പഠിച്ചോളണം. 1ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാലൻസ് എത്രയാണ്? 1. സെക്കൻഡ് ഗ്രൂപ്പ് 2. 13th ഗ്രൂപ്പ് 3. 14th ഗ്രൂപ്പ് 4. 15th ഗ്രൂപ്പ് 5 അല്ല. ബിക്കോസ് അതിന്റെ ഔട്ടർ ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഓൺലി 3. 16th ഗ്രൂപ്പ് ഔട്ടർ ഷെൽ എത്രയുണ്ട്? 6. അപ്പൊ എത്ര നോട് മതി? 2 നോട് മതി. സോ വാലൻസി 2. ശരി, അടുത്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്താണ് ചെയ്യുന്നത്? ദേ ആർ ലോസിങ് 1 ഇലക്ട്രോൺ. അപ്പൊ ലോസ് ചെയ്താൽ, ഇലക്ട്രോൺ ലോസ് ചെയ്താൽ, ലോസ് ഓഫ് ഇലക്ട്രോൺ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളൂ. സോഡിയം 1 ഇലക്ട്രോൺ ലോസ് ചെയ്തു. എത്ര പ്രോട്ടോൺ ഉണ്ട്? സോഡിയത്തില് 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ അത് ന്യൂട്രൽ ആണ്, ആറ്റം ന്യൂട്രൽ ആണ്. സോഡിയം എന്ന ആറ്റം ന്യൂട്രൽ ആണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് 11 പ്രോട്ടോൺ ആൻഡ് 11 ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ ലോസ് ചെയ്തു. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോൺ ഉണ്ട്. എത്ര പ്രോട്ടോൺ? 11 പ്രോട്ടോൺ. ന്യൂക്ലിയസിൽ 11 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ 1 പ്രോട്ടോൺ കൂടുതലാണ് എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. അപ്പൊ 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു പോസിറ്റീവ് കൂടി നടത്തും. അപ്പോ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ത് ചാർജ് ആണ് തരുന്നത്? യു പ്ലീസ് ലിസൺ. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. ഇനി ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 17th ഗ്രൂപ്പിലെ ഫ്ലൂറിൻ നോക്കൂ. ഔട്ടർ ഷെൽ 7 ഇലക്ട്രോൺ ഉണ്ട്. 17th ഗ്രൂപ്പ് ഫ്ലൂറിൻ നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ട്? മൊത്തം എത്ര ഇലക്ട്രോൺ പ്രോട്ടോൺ ഉണ്ട്? 9 പ്രോട്ടോണോ 9 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ 9 ഇലക്ട്രോൺ എന്നുള്ള എത്രയോ? 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ആവും. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് കൂടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇത് കുട്ടികളെ ശ്രദ്ധിക്കണം. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ്. ഐ തിങ്ക് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ലോസ് ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ എപ്പോഴും ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം പ്രോട്ടോണുകളുടെ എണ്ണമാണ് അപ്പോൾ കൂടുന്നത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണിനേക്കാളും ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ അതിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇലക്ട്രോൺ ലോസ് ഓഫ് ഇലക്ട്രോൺ സാധാരണ ചെയ്യുന്നത് ആരാണ്? മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത് നോർമലി മെറ്റൽ ആണ്. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത് മെറ്റൽ ആണ്. മെറ്റൽസ് ആർ ലോസിംഗ് ദ ഇലക്ട്രോൺ. ഇനി ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ആരാണ്? ഫ്ലൂറിൻ, ഓക്സിജൻ, ഇതൊക്കെ നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽസ് ആർ ഗെയിനിങ് ഇലക്ട്രോൺ, സോ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ് ചാർജ്. മെറ്റൽസ് ആർ ലോസിംഗ് ഇലക്ട്രോൺ, ദർ ബിക്കം പോസിറ്റീവ് ചാർജ്. അപ്പൊ മെറ്റൽസിന് എപ്പോഴും പോസിറ്റീവ് ചാർജും നോൺ മെറ്റലിന് എപ്പോഴും എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ പറയാം. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്യും? 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +1. സെക്കൻഡ് ഗ്രൂപ്പ് എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്യും? 2 ഇലക്ട്രോൺ +2. 13th ഗ്രൂപ്പ് എത്ര ലോസ് ചെയ്യും? 3 +3. അതുപോലെ 14th ഗ്രൂപ്പ് എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്യും? ലോസ് ഓർ ഗെയിൻ രണ്ടും കിട്ടും. +or-4. ഇനി 15ാമത്തെ ഗ്രൂപ്പ് എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും? അപ്പൊ ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും, അപ്പൊ നെഗറ്റീവ്. 16ാം ഗ്രൂപ്പ് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും, -2. 17ാം ഗ്രൂപ്പ് 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും, ബാക്കി ഇത് 0 ആയിരിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ രണ്ട് വാല്യൂസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആക്ച്വലി ഇത് രണ്ടും എങ്ങനെയാണ്? ദേ ആർ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണ്.
That is valency and oxidation state are equal, but there is a difference. ഒരു വ്യത്യാസമുണ്ട്. വാലൻസി ഈസ് എ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ചിഹ്നമില്ല, പ്ലസും ഇല്ല മൈനസും ഇല്ല, അത് കേവല വിലയാണ്, എത്ര എണ്ണം. പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അങ്ങനെയല്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് വാലൻസി വിത്ത് പ്ലസ് ഓർ മൈനസ് സൈൻ. പ്ലസ് ഓർ മൈനസ് സൈനുമായിട്ട് വരുന്നതാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്ലസ് ഓർ മൈനസ് സൈൻ വെച്ച് വരുന്നതിനെയാണ് മെറ്റലിന്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും, നോൺ മെറ്റലിന്റെ കേസിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് രണ്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.